ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നെൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എന്തെടുക്കുകയാണ്? ഈവനിങ് ഒക്കെ ആയി. ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഈവനിങ്ങിനാണ്. സമയം ഒരു 4 മണിയൊക്കെ കാണുമായിരിക്കും. സമയം നോക്കിയില്ല, സോറി, ക്ഷമിക്കണം. അപ്പം എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എന്തുണ്ട് വിശേഷം? അവിടെയൊക്കെ മഴയുണ്ടോ, വെയിലുണ്ടോ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ഈ ഒരു സമയത്ത് എന്തായിരിക്കും കൂടുതലും ചെയ്യുന്നത്? എല്ലാവരും പൊതുവെ ഒന്നെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഒരു കട്ടനൊക്കെ അടിച്ച് ഒരു ഇച്ചിരി കുറിക്കാനൊക്കെ എടുത്ത്, ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ചിലർ പാട്ട് കേൾക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലർ പണി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. സോ ഇതിനെല്ലാം മാറ്റി നിർത്തി നമുക്ക് കുറച്ചുകൂടി ഒന്ന് റിയൽ ലൈഫിൽ ചെന്നിട്ട് വേറെ വ്യത്യസ്തമായി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ശീലങ്ങളൊക്കെ പഠിച്ചാലും അതിൽ ഇന്ന് ഒന്നാമത്തെ ശീലം ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും ആ ശീലം. എല്ലാവരും ചെയ്യുന്ന ശീലമാണ്, ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലമാണ്, ചിലർ ആ ശീലങ്ങളിൽ കയറി കുറേ ഇതായിട്ട് മൂർച്ഛന്യാവസ്ഥയിലൊക്കെ ഇതാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ശീലം എന്താണെന്ന് ചോദിച്ചാൽ റീഡിങ് ആണ്. എൻ്റെ ലൈഫ് മാറ്റിമറിച്ചൊരു സാധനം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ വായിച്ചിട്ടുള്ള കുറച്ച് നല്ല ബുക്ക് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇഷ്ടപ്പെടുവാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അതിനിപ്പോൾ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ ബുക്കിലേക്ക് കിടക്കാം. എന്നെ എങ്ങനെയാണ് ഈ റീഡിങ് എന്ന ഹാബിറ്റിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം. ഞാൻ കൂടുതലും റീഡിങ് തുടങ്ങിയത് ഞാൻ എൻ്റെ കുഞ്ഞിലെ മീൻസ് നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ കളിക്കുടുക്ക, ബാലരമ ഒക്കെ വായിച്ച് കഴിഞ്ഞാണ് എൻ്റെ കുട്ടിക്കാലം തുടങ്ങിയത്. അപ്പോൾ പ്രത്യേകിച്ച് അത് തുടങ്ങാൻ, അത് ഇത്രയും രീതിക്ക് എത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കൂടുതലും ഫുഡ് കഴിക്കുമ്പോഴാണ് ഞാൻ ബാലരമയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സ് ആണെങ്കിലും പേപ്പേഴ്സ് ആണെങ്കിലും വായിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മളെപ്പോഴും ഒരു 2 നേരം ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ റീഡിങ് ഹാബിറ്റും കൂടും. അത് തന്നെയാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വായന തുടങ്ങി, അങ്ങനെ തുടങ്ങി ഇപ്പം ബാലരമയിലിരുന്ന ആളിപ്പോൾ ബുക്സിലായി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ വ്യത്യാസം മാറിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വായിക്കുന്ന ബുക്കുകളിൽ ഞാൻ കൂടുതലും ഫിക്ഷൻ അല്ല വായിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ സൈക്കോളജി റിലേറ്റഡാണ് വായിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ വായിക്കാൻ ഇഷ്ടം തന്നെ അത് കുറച്ചുകൂടെ ഹിസ്റ്ററി റിലേറ്റഡ്, അല്ലാതെ ഈ അത് അങ്ങനത്തെ റിലേറ്റഡ് ബുക്സാണ് എനിക്ക് കുറച്ചുകൂടെ വായിക്കാൻ ഇഷ്ടം. പിന്നെ അല്ലാത്ത ഇതിക്ക് എനിക്ക് കുറച്ചുകൂടെ നമ്മളെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുറച്ച് ബുക്സാണ് എനിക്ക് വായിക്കാൻ കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് വരുന്നത്. അപ്പം ഞാൻ ഇന്ന് അതാണ് എൻ്റെ സ്റ്റോറി. ഞാൻ ബുക്ക് റീഡിങ്ങിലേക്ക് വന്ന് ബാലരമ വായിച്ച് തുടങ്ങി. പിന്നെ എനിക്ക് ബുക്ക് വായിക്കണം എന്നൊരാഗ്രഹം വന്നപ്പോൾ എൻ്റെ ആങ്ങളെ എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ബുക്ക് വാങ്ങിച്ചു തന്നു. ഇറ്റ്സ് എൻ വിത്ത് അസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് അത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്തേക്ക് അതേത് ബുക്കാണ്. അപ്പോൾ അത് വായിച്ച് തുടങ്ങി. അതൊരു പ്രേമ ബുക്കായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ അത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ, അതായത് ഭയങ്കര സസ്പെൻസിൽ നമ്മളിരിക്കണം. നമ്മൾ സിനിമ കാണുന്ന പോലെയൊന്നുമല്ല നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്കതിൽ എൻഡ് അറിയണമെങ്കിൽ നമ്മളത് ഫുള്ള് വായിച്ചേ തീരുള്ളൂ. സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 2 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ബുക്ക് വായിക്കുന്നവർക്ക് അതുകൊണ്ടാണ് അവരെല്ലാവരും ബുക്ക് വായിക്കുന്നതിലേക്ക് കടക്കുന്നത്. അതായത് കുറച്ചുകൂടി സസ്പെൻസ് ആയിരിക്കും. നമ്മൾ വായിക്കുന്നതനുസരിച്ചേ കഥ മുന്നോട്ട് പോകുള്ളൂ. വായിച്ചില്ലെങ്കിൽ ആ കഥ അവിടെ വെച്ച് തീരും. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഞാൻ ആ ബുക്ക് വായിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ തീർത്തു. അത് നല്ല രീതിക്ക് അത്യാവശ്യം നല്ല ബുക്കായിരുന്നു. ഇച്ചിരി കട്ടിയുള്ള ബുക്കാണ്. അപ്പം അതിൽ നിന്നാണ് എൻ്റെ ഫുൾ തുടക്കം. ബുക്കിലേക്കുള്ള തുടക്കം എൻ്റെ അവിടെ നിന്നാണ്. ഇറ്റ്സ് എൻ വിത്ത് അസ് എന്ന് പറഞ്ഞുള്ളൊരു ബുക്ക്.
അപ്പം അതിപ്പോൾ വർഷങ്ങളായി വായിച്ച് കഴിഞ്ഞിട്ട്. അതിൻ്റെ ഓഥറിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ആഡ് ചെയ്തേക്കാവേ. അപ്പം പിന്നെ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത കുറച്ച് ബുക്കുകളാണ് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 4 ബുക്കാണ് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. ആ 4 ബുക്കിലും ഇംഗ്ലീഷാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ മലയാളം വെർഷനോ അല്ലെങ്കിൽ ഹിന്ദിയോ ഏതെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും, അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് നോക്കുക. ഞാൻ കൂടുതലും വാങ്ങിച്ചിരിക്കുന്നതെല്ലാം മീഷോയിൽ നിന്നാണ്. അപ്പം കുറേയൊക്കെ ഉള്ളൂ. ബുക്ക് സ്റ്റോറിൽ നിന്ന് അങ്ങനെ ഞാൻ വാങ്ങിക്കൽ കുറവാണ്. മീഷോയിൽ നിങ്ങൾ കൂടുതലും വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ചിലപ്പോൾ ചില പേജുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ബുക്ക് സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇന്ന് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബുക്കാണ് വെക്സ് കിങ്ങിൻ്റെ ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞൊരു ബുക്ക്. അതിൽ ഞാൻ എല്ലാ ബുക്കിൻ്റെ ഒരു 1 ലൈനായിട്ട് എങ്ങനെയാണ് ബുക്ക് എന്ന് പറയാം. ഫുൾ പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അങ്ങ് വായിക്കാനുള്ള ഇൻട്രസ്റ്റൊക്കെ പോകും. അതുകൊണ്ട് നമുക്ക് എന്താണ് എന്ന് 1 ലൈൻ നോക്കാം. അപ്പോൾ 1 ലൈനിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ലവ്. അതായത് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. അത് നിങ്ങൾക്ക് കുറച്ചേലും കുറവായിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചില നേരങ്ങളിൽ വെറുത്തു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിഴവ് നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുന്നവരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരിച്ചിരി സ്നേഹം നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് കൂട്ടണം, അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ബുക്ക് വായിച്ചിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് വെക്സ് കിങ്ങിൻ്റെ ഗുഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്. ആ പാർട്ട് ഞാൻ വായിച്ചിട്ടില്ല. അത് വായിച്ച് കഴിയുമ്പോൾ ഉറപ്പായി ഞാൻ അതിൻ്റെ റിവ്യൂവും കൂടെ ഇടാവേ. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറച്ചുകൂടെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ബുക്ക് വായിച്ചു നോക്കണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഞാൻ ഉറപ്പായിട്ടും ഓക്കെ. അപ്പം ഇനി 2ാമത്തെ ബുക്കിലേക്ക് കിടക്കാം. എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു ബുക്കായത്. ഞാനും കൂടെ പറഞ്ഞ് വെറുപ്പിക്കുവാന്ന് നിങ്ങൾ ഓർക്കരുത്. പക്ഷേ ഇത് ഉറപ്പായിട്ടും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പിഷാരിച്ചേട്ടനൊക്കെ പറഞ്ഞ് വൈറലാക്കിയ ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബുക്കാണിത്. ഈ ബുക്കിൽ എന്താ എന്ന് ചോദിച്ചാൽ, നമുക്കൊരു ശീലം തുടങ്ങണം. അതെങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ എത്ര ദൂരം നിങ്ങൾ ആ ശീലം കൊണ്ടുപോകും എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ബുക്ക് ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാ കാര്യങ്ങളും പുള്ളി പറയുന്നത് ഭയങ്കര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിക്ക്. അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ബുക്ക്. അതായത് ഒരുപാട് പേർ ദുശീലങ്ങൾ മാറ്റാൻ, അല്ലെങ്കിൽ ചിലർക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നൊക്കെ പറയില്ലേ നമ്മളെല്ലാവരും. നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ബുക്കാണിത്. ഓക്കെ, അങ്ങനെ ഈ ബുക്ക് കേട്ടോ, അറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയറിന്. പിന്നെ ഇനി 3ഉം 4ഉം ബുക്ക് ജെയിംസ് നക്യുവൻ എന്ന് പറഞ്ഞൊരു ഓഥറിൻ്റെ ഡോണ്ട് ബിലീവ് എവരിത്തിങ് യു തിങ്ക് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. പിന്നെ ഡോക്ടർ ജോസഫ് മുർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ 2 ബുക്കും ഏകദേശം ഒരേ രീതിക്കുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ സൈക്കോളജി റിലേറ്റഡ് വായിക്കുന്ന ഒരാളാണ്. അതായത് എനിക്ക് എന്നെ തന്നെ കുറച്ചുകൂടെ അറിയണം, നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ പ്രവർത്തിപ്പിക്കുന്നത് എന്നൊക്കെ എനിക്കറിയണം. എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്നെ മനസ്സിലാക്കാൻ, അതായത് ഞാൻ കുറച്ചുകൂടെ ഷൈ പേഴ്സണാണ്,
കുറച്ചുകൂടെ ടോക്റ്റീവാണ്. പക്ഷേ പലതും പറഞ്ഞാൽ തന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ വിഷമം വരും. അങ്ങനത്തെ ഒരാളായതുകൊണ്ട് എനിക്കതൊക്കെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്ത ബുക്കുകളാണ് ഇത് രണ്ടും. അതായത് നമ്മുടെ ഉപബോധ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ശരിയാണോ എന്നല്ല, നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റ് വേയിലാണോ. ഇപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് നമ്മൾ ദേഷ്യപ്പെടണോ, അതോ അയാളോട് സൗമ്യമായ രീതിയിൽ പെരുമാറണോ, അങ്ങനെയൊക്കെ. അതായത് നമുക്ക് നമ്മളുടെ മൈൻഡിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു 2 ബുക്കുകളായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ബുക്ക് വായിക്കുന്നതുകൊണ്ട് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ എല്ലാവരും തന്നെ കുറച്ചുകൂടെ എടുത്തു ചാടി എല്ലാം ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാവരും കുറച്ചുകൂടെ നിങ്ങൾ തന്നെ മനസ്സിന് എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനത് ചെയ്ത് കൊടുത്ത് അതിനെ പൊന്നുപോലെ കൊണ്ട് നടക്കാനേ, എന്തിനിങ്ങനെ കൊണ്ടുവന്ന്. അതുകൊണ്ട് എല്ലാവരും ഇത് വായിക്കണം കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുത്തിയ 4 ബുക്കുകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ. ഇത് ഉറപ്പായിട്ടും ഓൺലൈൻ സ്റ്റോറിലും ഷോപ്പുകളിലും എല്ലാം കിട്ടും കേട്ടോ. എല്ലാവരും വായിച്ചു നോക്കണം. റീഡിങ് ഹാബിറ്റ്സ് തുടങ്ങണം എല്ലാവരും. ചിലർക്ക് റീഡിങ് ഹാബിറ്റ്സ് ഇല്ല, ബുക്ക് തുറക്കുമ്പോഴേ ഉറക്കം വരുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ബുക്സ് വായിച്ച് തുടങ്ങണം. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു ബുക്കിൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ഓർത്ത് നിങ്ങൾക്കൊന്നും പറ്റാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം നേടുന്നേ ഉള്ളൂ. കുറേ അറിവുകൾ നമുക്ക് പുറമേ നിന്ന് നേടില്ലാത്ത കുറച്ച് അറിവുകൾ ബുക്സിൽ നിന്നും നേടും. നമ്മളെല്ലായിടത്തു നിന്നും പഠിക്കാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുന്നേറത്തുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ബുക്സൊക്കെ വായിക്കണം. ഉറക്കമൊക്കെ വരുന്നവരാണെങ്കിൽ ആദ്യം ഇൻട്രസ്റ്റുള്ള ടോപ്പിക് എടുത്ത് വായിച്ചു തുടങ്ങുക. അത് കഴിഞ്ഞ് പതിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോണേഴ്സിലേക്ക്, വലിയ ജോണേഴ്സിലേക്കൊക്കെ മാറുക. അപ്പം അങ്ങനെ അപ്പം ഇനിയും ബുക്കിൻ്റെ സജഷൻസൊക്കെ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബായ്. അപ്പം ഇനിയും വീഡിയോസ് ഞാൻ പല ടൈപ്പിലുള്ള വീഡിയോസ് ഇടാം. എല്ലായ്പ്പോഴും ഒരുപോലത്തെ വീഡിയോസ് ഇട്ടാൽ ഭയങ്കര ബോറടിക്കും. ഇപ്പം തന്നെ സമയം ഒരുപാടായി. എല്ലാവർക്കും ബൈ, ടാറ്റാ.